Angamaali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. KPCC ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച ഭവന നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതായി വീട്ടുകാർ. CPIM-ന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചു. നായത്തോട് പറവട്ടി പരേതനായ ഷാജുവിന്റെ ഭാര്യ സിനിക്കും 2 പെൺമക്കളടങ്ങുന്ന കുടുംബത്തിന് KPCC ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഒക്ടോബർ 4-ന് MP ബെന്നി ബെഹനാനും റോജി ജോൺ MLA-യും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോളും കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്ത് ഉദ്ഘാടനം നടത്തിയ വീടിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് പാതിവഴിയിൽ ഉപേക്ഷിച്ചത്. കട്ടളയും ജനലും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അഴിച്ചു കൊണ്ടുപോയതായും പരാതിയുണ്ട്. ഈ പ്രദേശത്തെ CPIM പ്രവർത്തകരോട് കുടുംബം പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഭവന നിർമ്മാണം പുനരാരംഭിച്ചത്. പകുതി പണി അവര് മെയിൻ മാർക്കയുടെ തട്ടുവരെ അവരെ അടിച്ചതാ. അതുവരെ അവര് പൊളിച്ചുകൊണ്ടുപോയി. റോഡിന് വീതി കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം ഇപ്പൊ അവര് പകുതി പണി ഇട്ടുകൊണ്ട് പോയ കാരണം ബാക്കിത്തെ പണി എല്ലാവരും തുടങ്ങിയത് DCC 1000 വീട് പണിയുന്നുണ്ട്. അതിനകത്തൊരു വീടാണെന്ന് പറഞ്ഞാൽ അവർ തുടങ്ങിയത്. അങ്ങനെ എല്ലാവരോടും പറഞ്ഞായിരുന്നു. ഫ്ലെക്സ് ഒക്കെ വെച്ചായിരുന്നു നാട്ടിൽ മൊത്തം. വീട് പണി പകുതിയായിപ്പോ അവര് ഇട്ടുകൊണ്ടുപോയത്. അതെന്ന് വെച്ചാൽ ഷിയോപ്പോളും കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ MP MLA എല്ലാവരും കൂടെ കണ്ടിട്ട് എല്ലാ പണി ചെയ്തു തരാം, ഫുള്ള് ഫർണിച്ചർ ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് തുടങ്ങി പണി ഒരു മുക്കാ ഭാഗമായി കഴിയുമ്പോ അവര് കമ്പനി തുടങ്ങാറായിപ്പോ അവര് ഉപേക്ഷിച്ചു പോയി. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യില്ലാന്ന്. ആ ജനന്റെ പാല് വരെ അഴിച്ചുകൊണ്ട് പോയി. അവര് കട്ടിന് സാളൊക്കെ കൊണ്ടുവച്ചൊക്കെ അഴിച്ചുകൊണ്ട് പോയി. പിന്നെ നമ്മുടെ ഇവിടുത്തെ LDF-ന്റെ ആൾക്കാരും മറ്റേ വാർഡ് മെമ്പർ എല്ലാവരും കൂടി നമുക്ക് എല്ലാവരും കൂടി ചെയ്യാം. എല്ലാവരും ഉപേക്ഷിച്ച് പോയില്ല. അവര് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പണിത് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അതങ്ങനെ ഉപേക്ഷിച്ച് പോയി. അത് കാരണം വെച്ചാൽ ഞങ്ങൾക്കറിയില്ല. നായത്തോട് മേഖലയിലെ CPIM ജനപ്രതിനിധികളുടെ 1 മാസത്തെ ഓണറേറിയവും മറ്റ് സുമനസ്സുകളുടെ സഹകരണത്തോടു കൂടിയാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ പാവപ്പെട്ട കുടുംബങ്ങളെ അവഹേളിച്ചതിൽ ബെന്നി ബെഹനാൻ MP-യും റോജി ജോൺ MLA-യും മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോളും മറുപടി പറയണമെന്ന് CPIM ഏരിയ സെക്രട്ടറി KP രജീഷ് ആവശ്യപ്പെട്ടു. നിർമ്മാണം പുനരാരംഭിച്ചപ്പോൾ CPIM ജില്ലാ കമ്മിറ്റി അംഗം KK ഷിബു, CPIM ലോക്കൽ സെക്രട്ടറി സജി വർഗീസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TY ഏലിയാസ്, ജിജോ ഗർവാസിസ്, രാഹുൽ രാമചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ MN വിശ്വനാഥൻ, VK രാജൻ, ബൈജു ആന്റണി, നഗരസഭാ കൗൺസിലർ ലതിക രാജൻ, ദീപ ജയകുമാർ, ഷൈബി മാർട്ടിൻ എന്നിവരും പ്രാദേശിക CPM പ്രവർത്തകരും പങ്കെടുത്തു. കോൺഗ്രസിന്റെ സ്ഥിരം പണി ഇവിടെയും അവർ കാണിച്ചു. ഇടയ്ക്ക് വെച്ച് അവർ ഈ പണി നിർത്തിക്കൊണ്ട് പോവാണ് ചെയ്തത്. അപ്പൊ ഈ പെൺകുട്ടി അവരോട് ചോദിച്ചു, എന്താ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പോകണം എന്താന്ന് ചോദിച്ചപ്പോൾ ഇനി ഞങ്ങൾക്ക് പണമില്ല, അത് മാത്രമല്ല ഞങ്ങൾക്ക് വേറെ ചില വീടുകൾ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവര് മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് ഒഴിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ വളരെ ഒരു വിഷമ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കുടുംബത്തെ നമ്മുടെ ഇവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായ ഏരിയാസും ജിജോ ഗർവാസിസ് അടക്കമുള്ള രാഹുൽ അടക്കമുള്ള സഖാക്കള് ഈ സ്ത്രീയെ സമീപിക്കുകയും ഈ വീട് കോൺഗ്രസുകാരെ ഇടയ്ക്ക് വെച്ച് പണി നിർത്തി പൂർത്തീകരിക്കാതെ പോയ ഈ വീട് ഞങ്ങൾ ഏറ്റെടുത്ത് CPM ഏറ്റെടുത്ത് പണിയാമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഇതിന്റെ വാർക്ക നടക്കുകയും ചെയ്യാം. ഏതായാലും ഈ പണി പൂർണ്ണമായും പാർട്ടി നേതൃത്വം ഏറ്റെടുത്ത് തീർക്കും. നായത്തോട് മരണപ്പെട്ട പറവട്ടി ഷാജുവിന്റെ കുടുംബത്തിന് വിധവയായിട്ടുള്ള സിനി ഷാജുവിന് KPCC 1001 വീട് നിർമ്മിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കുകയും ബഹുമാനായ ചാലക്കുടി MP ബെന്നി ബെഹനാനും അങ്കമാലി MLA റോജി ജോണും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ വന്ന് വീടിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കൊട്ടിഘോഷിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത കൊടുത്ത് സ്കൂൾ ജംഗ്ഷൻ ഉൾപ്പെടെ നിരവധി ബോർഡുകൾ സ്ഥാപിച്ച് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയതാണ്. ഈ വീട് പാതി വഴിയിൽ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാണ്. ഈ കുടുംബത്തിൻ്റെ ബലഹീനത ചൂഷണം ചെയ്തുകൊണ്ട് ഇവരുടെ സ്ഥലം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡിന് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി സ്ഥലം ഉൾപ്പെടെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരുടെ ബലഹീനത ചൂഷണം ചെയ്തുകൊണ്ട് ഈ കുടുംബത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇവർക്ക് കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത അവസ്ഥയാണ്. ഈ കുടുംബത്തോട് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ട് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് KPCC പറഞ്ഞത്. അതിപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ കുടുംബത്തെ അനാഥമാക്കിയ ഒരവസ്ഥയാണ്. ഇവർക്ക് ആശ കൊടുത്ത് നിരാശപ്പെടുത്തിയ ഒരു അവസ്ഥയിൽ CPIM എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ പാർട്ടി ഈ വീടിന്റെ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കണമെന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിനുവേണ്ടി പിരിച്ച പണം എത്രയാണ്, എവിടെയാണ് ഇതിന്റെ കണക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്? ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതി ശരിയാണോ? വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽ യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ച്
ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. KPCCയും ആ പാത പിന്തുടരുകയാണോ എന്നൊരു സംശയമാണ് പ്രദേശവാസികൾക്ക് ആകെ ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ഇതിന് കോൺഗ്രസ് നേതൃത്വം, MP-യും MLA-യും ഉൾപ്പെടെയുള്ള നേതൃത്വവും KPCC ഭാരവാഹികളും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ.